അതിന്റെ കവിതയിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കുറേ സംഗതികളുണ്ട്. ഞാൻ അതൊന്നും ഒക്കെ കൂടെ അവിടെ പറയാൻ കഴിയില്ല. പിന്നെ ഒന്ന്, എടവണ്ണ, ചാലിയാർ, പറങ്കോണമ്പാറ അങ്ങനെയുള്ള വലിയ വലിയ റോഡ്, ഞങ്ങളുടെ ഓരോ ഇടവഴിയും അവിടുത്തെ കാക്കയും കിളിയും മനുഷ്യരും എല്ലാം ഈ കവിതയിൽ വലിയ വലിയ റോഡിൽ നിന്ന് സ്വർഗീയബാനിലേക്ക് എത്തിയപ്പോഴും കൂടെ വരുന്നുണ്ട്. രാമമാഷ് പറഞ്ഞ അല്പം വ്യത്യസ്തമായ ഒരു കാര്യം എനിക്ക്, അതിൻ്റെ ഉള്ളിലുള്ള ആ കുട്ടി വളർന്നിട്ടില്ല, അത് കവി തന്നെയാണ് ആ കുട്ടി. അതൊരു സ്വർഗീയ ബാലനായി വളർന്നു എന്നുള്ളതാണ്. വളരെ കൗതുകത്തോടെ കാര്യങ്ങൾ കാണുന്ന ഒരു കുട്ടി. പ്രത്യേകിച്ച് അതിന് വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഈ ആഫിളാവുക എന്നൊക്കെ പറയും, ഖുർആൻ മനപാഠമാക്കിയ ഒരാളാണ്. അങ്ങനെ ഒരു പരിപാടിക്ക് പോയ ആളാണ്. അതുകൊണ്ട് ഖുർആന്റെ ഒരു താളം ഒരു പക്ഷേ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ആ താളം. പക്ഷേ എന്താണ് ഖുർആനോ എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും അറിയുന്നതിന് മുമ്പേ അത് മനപാഠമാക്കേണ്ടി വന്നതിന്റെ ചില ദൗർഭാഗ്യവും അത് ഈ കവിതയിൽ, കാരണം സന്ദേഹിയായി മാറണം. അതുകൊണ്ട് കബറ് കാണുമ്പോഴും അതിന് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മരിച്ചു കിടക്കുന്ന ആളെ കാണുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വല്യമ്മയുമായി സ്വറ പറയുമ്പോൾ അർത്ഥമറിയാതെ പോകുന്ന വല്യമ്മയെ കാണുമ്പോൾ അവിടെയും ആദിലിന് ഒരുപാട് സന്ദേഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സന്ദേഹങ്ങളാണ് ഈ കവിതയും ഉടനീളം. അത് വലിയപള്ളി റോഡിൽ നിന്ന് സ്വർഗീയബാലിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ അത് തുറന്നു എന്നുള്ളതാണ്, കുറച്ചുകൂടെ തുറസായ ലോകത്തേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ഖബറും ഈ വല്യമ്മയും ഒക്കെ ആദിലിനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ കുട്ടി, സന്ദേഹിയായ കുട്ടി അതിന്റെ കൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.